ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയറീസ് ആൽബം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്താണ് നമ്മളെ കൂടെ രണ്ടാൾക്കാരും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് കാണാവോന്ന് അറിയില്ല. ഹായ് കൊടു. ആരൊക്കെയാണ്? അയ്യോ പോയി. കിച്ചു ചേട്ടനും നമ്മുടെ ലക്ഷ്മി ചേച്ചി കൂടെ നമ്മളെ കൂടെ ഉണ്ട്. നമ്മളെ ഇന്ന് എല്ലാവരും കൂടെ വെക്കേഷനായിട്ട് എല്ലാവരും അടിച്ചു പൊളിക്കാനായിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്തോട്ട് വന്നിരിക്കുവാണ്, കായംകുളത്തുനിന്ന്. അപ്പം നമ്മളെ എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നമ്മൾ 2 കാറിലായിട്ട് പോവാണ്. പുറകുന്ന് ചേട്ടനും ചേച്ചിയൊക്കെ ഉണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടെ നമ്മൾ അമ്പലത്തിൽ പോവാണ്. നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ചെറിയ മഴയൊക്കെ ഉണ്ട്. ഇന്ന് ഓട്ടാണ്. എല്ലാവരും ഓട്ടൊക്കെ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഞാനും ഓട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഓട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിലോട്ട് പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം പൊക്കെ കാണിച്ചു തരാം. ബോട്ടിംഗ് സെൻറ്ററിലൊക്കെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. മഴ പെയ്യുന്നുണ്ട്, കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്ന് വോട്ടിംഗ് ഡേ ആയതുകൊണ്ട് അധികം തിരക്കൊന്നും റോട്ടിൽ കാണില്ലെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒക്കെ വോട്ട് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ടെത്തി. അപ്പം കായംകുളത്തുനിന്ന് ചേട്ടൻ്റെ വല്യച്ഛൻ്റെ മക്കൾ, ചേട്ടന്മാരും അവരുടെ വൈഫും മക്കളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ അവിടെ 2-3 ചേച്ചിമാർ ഇതുപോലെ തിരിയും കർപ്പൂരവും ഒക്കെ വെച്ചുകൊണ്ട് ഞങ്ങളെ വിളിച്ച്, അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചിട്ട് നമ്മൾ അകത്തോട്ട് കയറുവാണ്. അപ്പോൾ ഇതാണ് ചേട്ടത്തി മക്കൾ. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് ആറ്റുകാൽ ക്ഷേത്രത്തിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പം അവരെല്ലാവരും ഫസ്റ്റ് ടൈമാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ വരുന്നത്. അപ്പം ഇതിനു മുമ്പ് അവർ വന്നിട്ടില്ല. അപ്പം നമ്മൾ അടുത്ത് വരുമ്പം നമ്മൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞു നമ്മൾ കൊണ്ടുപോയി കാണിക്കാമെന്നൊക്കെ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ക്ഷേത്രത്തിലോട്ട് തൊഴാനായിട്ട് കയറുകയാണ്. അപ്പം നമുക്ക് കയറുമ്പോൾ തന്നെ വലിയ തിരക്കൊന്നുമില്ല. കാര്യം ഇപ്പം ഉത്സവം എല്ലാം കഴിഞ്ഞ് തിരക്കൊന്നും ഇല്ലാതിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് നല്ല ദർശനമായിരുന്നു. 6-6:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളെത്തി. അപ്പോൾ ദീപാരാധനയ്ക്ക് നട അടച്ച് തുറക്കാവുന്ന സമയമായിരുന്നു. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അകത്തോട്ട് കയറാനും പറ്റി. അപ്പോൾ നമ്മൾ ആ വാങ്ങിച്ച എണ്ണയൊക്കെ അവിടെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന വിളക്കിലോട്ട് ഞാൻ ഒഴിച്ച്, എന്നിട്ട് നമ്മളങ്ങോട്ട് അകത്തോട്ട് കയറുന്നു. അകത്തോട്ട് ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തൊഴുതിറങ്ങിയപ്പോൾ അവിടെ ഇങ്ങനെ ഡാൻസ്
അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് ഡാൻസൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. നമ്മൾ മിക്കവാറും ആറ്റുകാൽ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഇതുപോലെ അരങ്ങേറ്റങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഡാൻസ് ഒരു 3-4 ഡാൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് സീരിയൽ ആർട്ടിസ്റ്റ് അനിലയുടെ നേതൃത്വത്തിലുള്ള സ്കൂളിൻ്റെ അരങ്ങേറ്റമായിരുന്നെന്നാണ് തോന്നുന്നത്. പുള്ളിക്കാരത്തിയായിരുന്നു അതിൽ മെയിനായിട്ട് നിന്ന് അതുപോലെ തന്നെ ആൾക്കാരെ ആദരിക്കുന്നതും അതുപോലെ തന്നെ മത്സരിച്ച് അരങ്ങേറിയ കുട്ടികൾക്കൊക്കെ ഒരു പ്രോത്സാഹനം പോലെ ഒരു ഷീൽഡൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അതെല്ലാം കുറച്ച് നേരം അവിടെ നിന്ന് കണ്ട്. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ആ സ്കൂളിൽ. എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ കൊച്ചു കുട്ടികളാണെങ്കിൽ എല്ലാവരും അടിപൊളിയായിട്ട് നൃത്തം ചെയ്തു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പം ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ നമ്മൾ അപ്പമൊക്കെ വാങ്ങിച്ചു, ഉണ്ണിയപ്പമൊക്കെ കഴിച്ചിട്ടാണ് നമ്മളവിടെ ഇറങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.